ഈർച്ചപ്പൊടിയോ ചകിരിച്ചോറിൻ്റെയോ മിക്സ് ഇല്ലാത്ത കോഴിക്കാഷ്ടാണത്. KG കാട്ടെന്ന് പറയും. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല ചൂടായിരിക്കും. കണ്ടില്ല, നമ്മളിപ്പോൾ കോഴിക്കാട്ട ഇറക്കിയിട്ടതിൻ്റെ തൊട്ടടുത്തുള്ള ഞാവൽ മരത്തിൻ്റെ ഒരു തൈ, അത് അതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഇത്രയും സ്ട്രോങ് ആണ്. ഓക്കെ, ഇന്നിപ്പോൾ ഏരിയ എടുക്കാൻ വണ്ടി വരുമല്ലോ. വണ്ടി വരുന്നതിന് മുമ്പായിട്ട് ഈ ചാക്കുകളൊക്കെ വരമ്പത്താണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി കുറേ കഴിഞ്ഞ്. പിന്നെ നമ്മൾ കയറ് കിട്ടുക, നേരിട്ട് ഏത് ഏരിയ എത്ര വേണ്ടത് വെച്ചാൽ അതിൽ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ ഏരി എടുക്കുക. 1 മീറ്ററും 60 സെൻറ്റിമീറ്ററിലും അളന്നെടുത്തുള്ള 2 കഷ്ണം കമ്പുണ്ട്. അതുപോലെ തന്നെ കുറ്റിയടിക്കാനുള്ള 2 കമ്പുണ്ട്. ഉപ്പതവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് അത്ര ഏരിയയിൽ വരമ്പത്ത് അടിവളം കൊടുക്കാനുള്ള കോഴിക്കാഷ്ടം ഇട്ടിട്ടുണ്ട്. ഈ കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് അടിവളമായിട്ട് ആദ്യം തന്നെ ഏരി മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. തണ്ണിമത്തൻ കൃഷിക്ക് ഏരി എടുക്കുന്നതിൻ്റെ അളവാട്ടോ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നത്. ഇത് 1.60 നമുക്ക് 1.5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. 1.5-2 മീറ്ററൊക്കെ വരെ ആയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഏരിയയിലുള്ളൂ. ഇപ്പോൾ മാക്സിമം വിത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 കിട്ടുന്നത്. 1.5 മീറ്റർ അവിടെ മാർക്ക് ചെയ്തിട്ട് കുറ്റി അടിച്ചിട്ട് അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ഒരു കയറ് വലിച്ചു കെട്ടുക. നമുക്ക് ആ തലക്കെന്ന് ഇട്ട് വരാം. ചാക്ക് ഇവിടെ ഇരിക്കണേ, അപ്പോൾ പണി എളുപ്പം. അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പം തീരും. ഈ കുറ്റി പറിക്കുക, നേരതാ ഇങ്ങനെ ഇങ്ങോട്ട്. ട്രാക്ടർ മുതലാളി എന്ത് പറഞ്ഞേ, ഇങ്ങനെ പോരെ? വളട്ടതുകൊണ്ട് ഏരെടുക്കാനും തെറ്റിപ്പോവില്ല, ലൈൻ തെറ്റൂല. കറക്റ്റ്. തണ്ണിമത്തൻ കൃഷിക്ക് ഏരി എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കാട്ടം അടിവളം ഇട്ടിട്ടുള്ള ഏരിയാണിത്, കണ്ടില്ലേ? അപ്പോൾ ഈ സൈഡിലാണ് ഈ കരി വെക്കണത് കേട്ടോ, ഈ ഒരു സംഭവം വെക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡിലും ഒരേ സമയത്ത് ഏരിയയായി മാറും. അതായത് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് ആ ഏരി കിട്ടും. നമുക്ക് വേണ്ടത് ഈ ഏരിയയാണ്, ഇത് നമുക്ക് വേണ്ട. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസാണ് സെൻറ്ററിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി 2 സൈഡിലും മണ്ണ് മാറിയപ്പോൾ ഇവിടെ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്കൊരു ഏരി കിട്ടി. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഏരി വരും. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യും, മൾച്ചിങ് ഷീറ്റ് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾച്ചിങ് ഷീറ്റ് ഈ താഴേക്ക് വിരിക്കുമല്ല, ഈ മണ്ണ് കൊത്തിയിട്ട് കഴിഞ്ഞാൽ മൾച്ചിങ് ഷീറ്റ് അവിടെ ലോക്കായി എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഫ്ലാറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ തണ്ണിമത്തനക്ക് ഇങ്ങോട്ട് പടരാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ കാണുന്നൊരു മെഷീനറി കിട്ടിയതുകൊണ്ട് നമുക്ക് പണികൾ ഏറെക്കുറെ എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ 1 സൈഡല്ല മാർക്ക് ചെയ്തത്, ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് ഇങ്ങോട്ട് കോരിയിടും. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ കുഴിയായി പോണ സമയത്ത് അവിടുത്തെ മണ്ണ് എന്ത് ചെയ്യും, 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സെൻറ്ററിൽ കൂടി ആ ഒരു ചാലിങ്ങനെ കീറി പോകുമ്പോൾ 2 സൈഡിലേക്ക് മണ്ണ് മാറുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട്, അപ്പോൾ നമ്മൾ കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തതൊക്കെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ലോക്കായി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിൻ്റെ തൊട്ടുപുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. ഇനി ഇതവിടെ ഇങ്ങനെ പോയിട്ട് 1, 2 ഈ 2 കണ്ടത്തിൽ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 കണ്ടം കൂടി തീർക്കാനുണ്ട്. അതേപോലെ തന്നെ തൊട്ടുപുറത്ത് കാണുന്ന ഈ ഒരു കുറച്ച് ഏരിയ നമ്മൾ കൂടുതൽ എടുത്തല്ല. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടും ചേട്ടാ. രാവിലെ ഇറങ്ങിയതാണ് പാടത്തേക്ക്. സമയം ഇപ്പോൾ 3:30 മണിയായി. ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കാനും ബാക്കി പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാശ്വാസം തന്നെയാണ്. ഏരിയ എടുക്കൽ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളൂ, ലാസ്റ്റ് ഏരിയയാണ്. നിലവിലിപ്പോൾ ഇതിൽ 2 സൈഡിലും കൂടി മണ്ണ് വീഴല്ലേ. നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം വീണമെന്നുണ്ടെങ്കിലേ ഇത് സെൻട്രലിൽ ജോയിന്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഊരി വെക്കുന്ന രീതി സെറ്റാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു ആവൂല്ലേ. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇത് 2 കൂടി ഇപ്പൊ ഇതുപോലെ അടുത്തടുത്ത് ഏരിയ വേണം. ഇപ്പൊ തണ്ണിമത്തൻ കൃഷിയെടുത്ത് നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.